എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡ്സ് കഴിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 200 ഗ്രാമെങ്കിലും സാലഡ്സ് ഡെയിലി കഴിക്കേണ്ടതാണ്. ഇങ്ങനെ സാലഡിനെ കുറിച്ച് പല കാര്യങ്ങളും ഈ ചാനലിൽ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാലഡ്സ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും കുറേ പേർക്ക് സാലഡ്സ് കഴിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ബ്ലോട്ടിംഗ് ആവാം, ചിലർക്ക് ഡയറി ഉണ്ടായിട്ടുണ്ട്, ചിലർക്ക് പെട്ടെന്ന് സാലഡ്സ് കഴിക്കുമ്പം ബോറടിക്കും. അപ്പോൾ സാലഡ്സ് ഡെയിലി കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. സാലഡ്സ് കഴിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫൈബർ സാലഡ്സിൽ നിന്നും മാത്രം കിട്ടും. അധിക ആൾക്കാർക്കും അവരുടെ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന ഫൈബറിൻ്റെ അളവ് വളരെ കുറവാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 25 ഗ്രാമെങ്കിലും ഫൈബർ കിട്ടണം. പുരുഷന്മാർക്ക് 40 ഗ്രാമിൻ്റെ അടുത്താണ് ഫൈബർ കിട്ടേണ്ടത്. എല്ലാ ദിവസവും സാലഡ്സ് കഴിക്കുകയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റിയിലെ ഫൈബർ നമുക്ക് എന്തായാലും കിട്ടും. പക്ഷെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. 200 ഗ്രാം എല്ലാ ദിവസവും സാലഡ് കഴിക്കണം എന്ന് പറയുന്നത് അധിക ആൾക്കാരും ഫോളോ ചെയ്യേണ്ട ഇൻഫർമേഷനാണ്. ഓരോരുത്തർക്കും ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവിനനുസരിച്ചിട്ട് എല്ലാവർക്കും 200 ഗ്രാം തന്നെ വേണമെന്നില്ല. ചിലർക്ക് 100 ഗ്രാം മതിയാവും. ചിലർക്ക് 300 ഗ്രാം കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ചിട്ട് ബ്ലോട്ടിങ്ങും ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തീരെ ഒഴിവാക്കിയാൽ നമ്മളുടെ ബോഡിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പ്രശ്നം മാത്രമേ ആവുന്നുള്ളൂ. നിങ്ങൾക്കും സാലഡ്സ് കഴിച്ചിട്ട് ബ്ലോട്ടിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്ലോട്ടിങ്ങും ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്യാം. സാലഡ്സിന്റെ കൂടെ ബീൻസോ പയറോ പരിപ്പ് വർഗ്ഗങ്ങളോ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. സാലഡ്സ് 100 ഗ്രാമിലും കൂടുതൽ കഴിക്കുന്ന ദിവസങ്ങളിലൊക്കെ കിഴങ്ങ്, കപ്പ, ചേന ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത് സാലഡ്സ് കഴിക്കുന്നതിനെ കൊണ്ട് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സാലഡ്സ് കഴിക്കുമ്പം അധികം ആൾക്കാരും നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാലഡ്സ് ബോറിംഗ് ആണ്. എല്ലാ ദിവസവും ഒരേപോലെ കഴിക്കാൻ സാധിക്കാറില്ല. സാലഡ്സിൽ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് മാത്രമല്ല ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. പക്ഷേ വെറും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെറും വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള സാലഡ്സ് കഴിക്കുമ്പോൾ ഏതൊരു ആൾക്കും അത് ബോറിംഗ് ആയിട്ട് തോന്നാം. 1-2 ആഴ്ചയൊക്കെ കഴിച്ചേക്കാം. പക്ഷേ ഡെയിലി സ്ഥിരമായി കഴിക്കുന്നത് തീർച്ചയായിട്ടും ബോറിംഗ് ആവും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത് സാലഡ്സിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ അതിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ആഡ് ചെയ്യാം. എഗ് ആഡ് ചെയ്യാം, ഫിഷ് ആഡ് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം. സീസർ സലാഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റെസിപ്പി നോക്കി ഒരു ദിവസം സീസർ സാലഡ് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് സാലഡ്സ് കഴിച്ചിട്ട് ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലഡിലേക്ക് പയറും പരിപ്പ് വർഗ്ഗങ്ങളും നട്ട്സും കടലയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെറും ഫൈബർ മാത്രമല്ല അതിനോടൊപ്പം ആവശ്യമുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും കിട്ടും. നിങ്ങൾക്ക് സാലഡ്സിലേക്ക് ഡയറി പ്രോഡക്ട്സ് ആഡ് ചെയ്യാം. ചീസ് ആഡ് ചെയ്യാം, ബട്ടർ ആഡ് ചെയ്യാം, ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഫാറ്റ്സും നിങ്ങൾക്ക് സാലഡിലൂടെ കിട്ടും. ചിലർ വെജിറ്റബിൾസ് മാത്രം അടങ്ങിയിട്ടുള്ള സാലഡ്സ് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഫില്ലിംഗ് ആയി തോന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിശപ്പ് വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നിങ്ങളുടെ സാലഡിൻ്റെ റെസിപ്പി മാറ്റിയാൽ മതി. പല വെറൈറ്റീസിൽ നമുക്ക് സാലഡ്സ് പ്രിപ്പയർ ചെയ്യാം. എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും എത്രയോ ന്യൂട്രീഷ്യസുമാണ്. സാലഡ്സ് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം. നിങ്ങൾ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടാണ് ഡെയിലി സാലഡ്സ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാലഡ്സിലേക്ക് നിങ്ങൾക്ക് ധാന്യങ്ങൾ, ഗ്രെയിൻസും ആഡ് ചെയ്യാം. അത് ബ്രൗൺ റൈസ് ആവാം, ഓട്സ് ആവാം. നിങ്ങളുടെ സാലഡ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാലഡ്സ് വേണം നമ്മൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ മാത്രമേ ഈ ഒരു നല്ല ശീലം തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും സാലഡ്സ് കഴിക്കുന്നത് ബോറിംഗ് ആക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സാലഡിൽ സ്പൈസസും ആഡ് ചെയ്യാം. അത് കുരുമുളകിൻ്റെ പൊടിയാവാം. ചെറിയ രീതിയിൽ ഉപ്പ് ആഡ് ചെയ്യുന്നതിനും പ്രശ്നമില്ല. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ മാത്രമാണ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കേണ്ടത്. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സാലഡ്സിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സാലഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പം അതിലേക്ക് വെറൈറ്റി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ സാലഡ്സ് ബോറിംഗ് ആവില്ല. ഇനി സാലഡ്സ് കഴിക്കുമ്പോൾ അതിലൂടെ ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ല, ഡയറിയ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് സാലഡ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്യേണ്ടതാണ്. കുറേ സമയം ടാപ്പിൻ്റെ അടിയിൽ വെള്ളത്തിൽ കഴുകുന്നത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ മുകളിലുള്ള പെസ്റ്റിസൈഡ്സും ബാക്ടീരിയനെയും ജേംസിനെയും ഒക്കെ കളയാൻ അത് തന്നെ ധാരാളം മതിയാവും. നിങ്ങൾക്ക് വിനീഗർ അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കാം. ഉപ്പിട്ടിട്ടുള്ള സൊല്യൂഷൻസ് വേണമെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം. സാലഡ്സ് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ സാലഡ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാഷ് ചെയ്യാൻ 15 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്യാതെ കടയിൽ നിന്നും വാങ്ങി കൊണ്ടുവരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെറുതെ ഒന്ന് വാഷ് ചെയ്ത് പെട്ടെന്ന് സാലഡ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ
മര്യാദക്ക് വാഷ് ചെയ്യാത്തത് കാരണം ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുള്ള ബാക്ടീരിയാസ് തന്നെ നിങ്ങൾക്ക് ഡയറി ഉണ്ടാക്കാം. ഈ ഒരു മിസ്റ്റേക്കും നിങ്ങൾക്ക് ഈസിലി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാലഡ്സ് കഴിക്കുന്ന സമയമാണ്. അധികം ആൾക്കാരും സാലഡ്സ് ഒരു ദിവസം കഴിക്കുന്നത് രാത്രി ഡിന്നറിൻ്റെ സമയത്തായിരിക്കും. സാലഡ്സിൽ ഫൈബറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഫൈബർ രാത്രി സമയത്ത് കഴിക്കുമ്പോൾ ചിലർക്ക് ബ്ലോട്ടിങ്ങും ഇൻഡൈജഷനും ഒക്കെ കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു ദിവസം 200 ഗ്രാം സാലഡ്സ് ആണ് കഴിക്കുന്നതെങ്കിൽ അതിൽ 150 ഗ്രാം, അതായത് 75% പകൽ സമയങ്ങളിൽ തന്നെ കഴിക്കാൻ ഉറപ്പുവരുത്തണം. അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെയാണ് മാക്സിമം പരമാവധി സാലഡ്സ് കഴിക്കേണ്ടത്. നിങ്ങൾ ഡിന്നർ സൺസെറ്റിൻ്റെ മുമ്പേ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സാലഡ്സ് ആ സമയം 6 മണി 7 മണി സമയത്ത് കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ 9 മണി 10 മണിക്കൊക്കെയാണ് നിങ്ങളുടെ ഡിന്നർ. ആ സമയം ഡിന്നറിന് പകരം നിങ്ങൾ വെറും സാലഡ്സ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും അനുഭവപ്പെടാം. രാത്രി സമയത്ത് സാലഡ്സ് മാത്രം കഴിക്കുമ്പോഴല്ല പ്രശ്നം ഉണ്ടാകുന്നത്. റോ ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അത് റോ വെജിറ്റബിൾസ് തന്നെ ആവണമെന്നില്ല. റോ ആയിട്ടുള്ള ഫിഷ്, ഉദാഹരണത്തിന് സൂഷി പോലത്തെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നട്ട്സ് അധികം ആൾക്കാരും റോ ഫുഡായിട്ട് കണക്കിലെടുക്കാറില്ല. പക്ഷേ നട്ട്സ് അൺലെസ് നിങ്ങൾ റോസ്റ്റ് ചെയ്യാതെയാണ് കഴിക്കുന്നതെങ്കിൽ അതും റോ ഫുഡ് തന്നെയാണ്. അപ്പോൾ രാത്രി സമയത്ത് നട്ട്സ് കഴിക്കുന്നതും അത് സാലഡ്സിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ സാലഡ്സിന് പകരം നിങ്ങൾക്ക് ഡിന്നർ ടൈം നേരത്തെ ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി വെജിറ്റബിൾസ് കഴിക്കാം. പക്ഷേ അത് റോ കഴിക്കുന്നതിന് പകരം ചെറുതായി സ്റ്റീം ചെയ്തിട്ടോ വേവിച്ചിട്ടോ ബോയിൽ ചെയ്തിട്ടോ കഴിക്കുന്നതായിരിക്കും നന്നാവുക. സൂപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ലൈറ്റ് സൂപ്സ് ആണ് കുറച്ചും കൂടി ഡിന്നർ സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. ചിലർക്ക് സാലഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കക്കിരി മാത്രം കഴിക്കുന്നതായിരിക്കും. ചിലർക്ക് സാലഡ്സ് പറഞ്ഞാൽ വെറും ക്യാരറ്റ് മാത്രമായിരിക്കും. ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും നിങ്ങളുടെ സാലഡ്സ് ഹെൽത്തി ആക്കാൻ നിങ്ങൾക്കും സാധിക്കും. അതിന് കുറച്ചും കൂടി സമയം വേണം, കുറച്ചും കൂടി എഫേർട്ട് നിങ്ങൾ ഇടണം. സാലഡ്സ് കഴിക്കുന്നതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാലഡ് ഏതാണെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടാക്കാനുള്ള ടിപ്സ് വേണമെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.